ആ മനോരം വിളിക്കുന്നു. മനോരോ, കച്ചവട തമ്പലത്തിന്റെ അതിലെ പെണ്ണുങ്ങളൊക്കെ ഓടി വരുന്നുണ്ടോ? ഇല്ലേ? പിന്നെ ഞാൻ എന്തിനടേ രാവിലെ ഓടാൻ വേണ്ടി ഇറങ്ങിയത്? മരുന്നിന് പോലും ഒന്നുമില്ലേ? ശരി 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 ആയിക്കോട്ടെ. ഒന്നുമില്ലാതെ നമുക്ക് വയ്യേ. സിറ്റിന്ന് ഒരാഴ്ച ഇങ്ങോട്ട് താമസം മാറിയിട്ട് വീടൊക്കെ ഉഗ്രം വീടെടുത്ത് തന്നതോ നമ്മുടെ KCB സബ് എഞ്ചിനീയർ റിട്ടയർഡായ മിസ്റ്റർ പാക്കരൻ, സോറി ഭാസ്കർ, അദ്ദേഹമാണ് വീടെടുത്ത് തന്നത്. ഓക്കെ ഞാൻ വിളിക്കാം. ഞാൻ രാവിലെ ജോഗിങ്ങിന് ഇറങ്ങിയതാണ്. ഇനിയും ബിരിയാണി വല്ല പടക്കോഴി എടുത്ത് എഞ്ചി വെക്കേണ്ടി വരും. ഗുഡ് മോർണിംഗ്. ഹലോ ഗുഡ് മോർണിംഗ്. കൈവൾ സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു. ഇങ്ങനെ പോയാൽ എങ്ങോട്ട് പോകും? പിറന്തലടിച്ച് വീഴും. നേരെ നില്ല്. അയ്യോ അതല്ല, താമസമായതിനു ശേഷം എനിക്ക് വീട്ടിലോട്ടൊന്നും വരാൻ പറ്റിയില്ല. ഭാര്യ ഇന്നലെ നിങ്ങളെ പറ്റി പറയുന്ന കേട്ടു. എന്തു പറഞ്ഞു? വേറെ ആരെ വീട്ടിൽ കയറ്റിയാലും അവനെ ഇങ്ങോട്ട് കേട്ടല്ലോ. മക്കളെ ഒന്നും കണ്ടില്ല. മക്കള് 2 പെൺപിള്ളേരാണ് എനിക്ക്. മൂത്തവളുടെ കല്യാണം കഴിഞ്ഞു, അവളങ്ങ് പുറത്താണ്. രണ്ടാമത്തവളുടെ കല്യാണ ആലോചന എല്ലാം വരുന്നുണ്ട്, പക്ഷെ ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ല. എന്ത് പറ്റിയെന്ന് കേട്ട് കഴിഞ്ഞാൽ രണ്ടാമത്തവളുടെ നാള് തിരുവാതിരയാണ്. നല്ല നാളാണല്ലോ. കഴിഞ്ഞ ആഴ്ച ഒരു ആലോചന വന്നു, അവന്റെ നാള് മൂലം. എനിക്കൊരു ഡൗട്ട്, ഈ തിരുവാതിരയിൽ മൂലം ചേരുമോ? മസ്റ്റായിട്ട് തിരുവാതിരയ്ക്ക് മൂലം വേണം. പിന്നെ അല്ലെങ്കിൽ പിന്നെ എങ്ങനെ? മസ്റ്റായിട്ട് വേണം, തിരുവാതിരയ്ക്ക് മൂലം വേണം. അതങ്ങനെയല്ല. താങ്കളുടെ നാള്? എന്റെ നാള് കേട്ടാ. പറഞ്ഞാലല്ലേ കേൾക്കാൻ പറ്റൂ. കേട്ടാ പറഞ്ഞില്ലല്ലോ. എന്റെ നാള് തൃക്കേട്ടാ. ഓ തൃക്കേട്ടയാണല്ലേ. എനിക്ക് 3 മക്കളാണ്. ആണോ? എന്നിട്ട് ഒരുത്തൻ വില്ലേജ് ഓഫീസറാണ്. ഓഹോ, അങ്ങ് കോതമംഗലത്ത്. രണ്ടാമത്തവൻ തഹസീൽദാറാണ്. എവിടെ? അങ്ങ് മൂലമറ്റത്ത്. മൂന്നാമത്തവൻ SI. എവിടെ? ഇവിടെ ചന്തിരൂർ. മക്കളെല്ലാം നല്ല പൊസിഷനിൽ, പക്ഷെ എല്ലാം അങ്ങ് ഉള്ളേരിയിലായി പോയല്ലോ. പക്ഷെ പുള്ളിയിലോട്ട് ടൗണിലേക്ക് വരാൻ വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷെ ടൗണിൽ വെച്ച് റിട്ടയർഡ് ആവാനുള്ള ഭാഗ്യം എനിക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ടൗണിൽ എവിടെ? അണ്ടിപ്പള്ളിക്കാവ്. വെരി ഗുഡ്. പിന്നെ ഒരു മിനിറ്റ് വിട്ടുപോയി. പറഞ്ഞു വിട്ടുപോയതാ, മനഃപൂർവ്വമല്ല. നാളെ അല്ലേ? നാളെ അത് ക്ലിയർ ചെയ്യും. ഇന്നത്തെ കൂടെ ചേർത്ത് നാളെ ക്ലിയർ. ഹലോ, ആരോടായി സംസാരിക്കുന്നേ? 1-ാം തീയതി സാധനം എടുത്തില്ല, കരളിനപ്പുറം സമാധാനപ്പെടുത്തില്ല. ഓഹോ, പിണങ്ങും. മദ്യപിക്കാറുണ്ടല്ലേ? ഇടയ്ക്കൊക്കെ. എങ്ങനെയാ? ഞാനും മദ്യപിക്കാറൊക്കെ ഉണ്ട്. ഓഹോ, നമ്മൾ ഔട്ട് ഹൗസ് എല്ലാം അടുത്തടുത്താണ്. 4 എണ്ണത്തിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. വെരി ഗുഡ്. പെണ്ണുമ്പിള്ള ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അച്ചാറൊക്കെ പൂപ്പലടിച്ചു തുടങ്ങി. എങ്ങനെ കഴിക്കോ? ചെറുതായിട്ട്. കട്ടക്കടിക്കോ? കട്ടക്കടിക്കില്ല, ചെറുതായിട്ടിരിക്കും. ഇനി അടിക്കുമ്പോ കട്ടക്കടിക്കണം. കാര്യം നരയൊക്കെ കണ്ടു തുടങ്ങിയേ മറ്റേ വിക്കേ. പിന്നെ മദ്യപിക്കുന്നതൊക്കെ കൊള്ളാം. അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളവരൊക്കെ പരാതികൾ പറഞ്ഞു തുടങ്ങി. എന്ത് പരാതി? ഇന്നലെ രാത്രി നിങ്ങളുടെ ഫ്ലാറ്റിന് അവിടുന്ന് ഭയങ്കര ബഹളം വരുന്നല്ലോ. എന്ത് പറ്റി? അത് ഭയങ്കര ഒരു അബദ്ധം പറ്റിയതാ. ഇന്നലെ രാത്രി കറണ്ട് പോയല്ലോ. ഭാര്യയാണെന്ന് കരുതി വേലക്കാരി കയറി കെട്ടിപ്പിടിച്ചു. വേലക്കാരിക്ക് നിലവിളിച്ചുകൂടായിരുന്നോ? എങ്ങനെ നിലവിളിക്കും? ആദ്യമേ ഞാൻ പൊത്തിപ്പിടിച്ചില്ലേ? അങ്ങനെയൊക്കെയുള്ള കാര്യം. എക്സസൈസ് ചെയ്യൂ, സമയം നോക്കട്ടെ. പഴയ പോലെ പറ്റുന്നില്ല, അതാ സംഭവം. ഇന്നലെ ഇവിടെ ഇതേ സമയത്തുണ്ടായിരുന്നല്ലോ, ഇന്ന് കാണുന്നില്ലല്ലോ. ഇതെങ്ങോട്ട് പോയത്? എന്തൊരു കഷ്ടമാന്ന് പറഞ്ഞാട്ടെ. ഹലോ മിസ്റ്റർ ഭാസ്കർ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇങ്ങോട്ട് എഴുന്നേറ്റാട്ടെ. ഭാസ്കർ ഇന്ന് നേരത്തെ ഗ്രൗണ്ടിൽ എക്സസൈസിൽ വന്നല്ലേ? നേരത്തെ ഞാൻ ഇറങ്ങി. അതൊക്കെ പോട്ടെ, ഇന്ന് എത്ര കിലോമീറ്റർ ഓടി ഭാസ്കരൻ? ഞാനൊരു 4 കിലോമീറ്റർ ഓടി. വെറും 4 കിലോമീറ്റർ ഓടിയുള്ളൂ ഭാസ്കരൻ? അതെ. എന്റെ പൊന്നു ഭാസ്കര, ഈ പ്രായത്തിൽ 30 കിലോമീറ്റർ ഓടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേക്കുന്നത്. ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. താങ്കളെ കൊണ്ട് ഈ പ്രായത്തിൽ 30 കിലോമീറ്റർ ഓടാൻ പറ്റില്ല. എന്റെ പൊന്നു ഭാസ്കര, മനസ്സുകൊണ്ട് ഓടിയതല്ല, ഒരു പട്ടി ഓടിച്ചതാ. ഗ്രൗണ്ടിൽ കയറാൻ നേരത്തെ പട്ടി കടിക്കാൻ വന്നു. 15 കിലോമീറ്റർ അങ്ങോട്ട് ഓടി, 15 കിലോമീറ്റർ ഇങ്ങോട്ട് ഓടി. വടിയുള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു. അങ്ങനെ എനിക്ക് ആ പട്ടി എനിക്കൊന്ന് കിട്ടണം. എന്തിനാ? പെണ്ണുമ്പിള്ളേരെ അച്ഛൻ വീട്ടിലുണ്ട്, ഭയങ്കര ശല്യം. എന്റെ പൊന്നു ഭാസ്കര, ഈ അമ്മയച്ഛൻ വീട്ടിൽ വന്നിരിക്കുന്നത് നിങ്ങളോട് ഇഷ്ടമുണ്ടായിട്ടല്ലേ പുള്ളി അവിടെ നിന്നോട്ടെ. 101 വയസ്സുണ്ട്, ഇപ്പോഴും അശ്ലീല ചിത്രങ്ങൾ കാണുന്നു. അപ്പുറത്തും ഇപ്പുറത്തുമുള്ള കൊച്ചുങ്ങളെ എന്ന് പറഞ്ഞ കണ്ണുകായിട്ട് കാണിക്കുന്നു. അങ്ങനെയുള്ള അമ്മയപ്പനെ ഓടിക്കാൻ പട്ടിയെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. അവനെ പട്ടിയെ പോലെ നോക്കിയാൽ മതി. 3 ദിവസം കഴിയുമ്പോൾ മടുത്തിട്ട് തന്നെ ഇറങ്ങിപ്പോക്കോളും. അല്ല മിസ്റ്റർ ഭാസ്കരൻ,
ഈ നമ്മൾ രണ്ടുപേരും ഈ 1.5 മിനിറ്റ് നേരം ഇവിടെ നിന്ന് സംസാരിച്ചപ്പോൾ അതിലൊന്നും പെടാതെ രക്ഷപ്പെട്ടേ എന്നുള്ള മുഖഭാവത്തിലിരിക്കുന്ന ഈ മാന്യദേഹം ആരാണ്? പരിചയപ്പെടാൻ മറന്നുപോയി. 3 ദിവസമായി ഉള്ളു ഇവിടുന്ന്. ആണോ? മീറ്റ് യു തഹസീൽദാർ. ഹലോ മിസ്റ്റർ സർസറി നായർ. തഹസീൽദാരാണോ പറഞ്ഞത്? പിന്നെ തഹസീൽദാർ. I am രാമകൃഷ്ണ കൈമൾ. ഓ, ഞാൻ എവിടെയൊക്കെ സർവീസ് ഇരുന്നിട്ടുണ്ടോ അവിടെയൊക്കെ ഉള്ള പോക്ക് വരവ് നോക്കിക്കൊണ്ടിരുന്ന ഞാനല്ലേ. അപ്പൊ നിങ്ങൾ തഹസീൽദാരല്ല, പിന്നെ CCTV. കൈപ്പിളി കൊണ്ട് വരൂ. എന്താണ്? പോക്കുവരവല്ല നിങ്ങളെ നോക്കുന്നത്. അതെ. അങ്ങനെയാണെങ്കിൽ നമ്മളെ തോട്ടിങ്കര ശാന്തിയുടെ വീട്ടിൽ നല്ല പോക്കുവരവുണ്ട്. ഇത് ആരൊക്കെയാണെന്ന് ഒന്ന് കണ്ടുപിടിച്ച് തരാൻ പറ്റുമോ? ഞാനേ തഹസീൽദാരായിട്ട് റിട്ടയർഡ് ആയത് ചാന്തിയുടെ കള്ളമാപ്പിളെ പിടിക്കാനല്ല. അത് ആദ്യം മനസ്സിലാക്കുക. ബൈ ദ ബൈ, പരിചയപ്പെടാൻ മറന്നു. ഞാനിവിടെ പുതിയ ആളാണ്. എന്താ പേര്? സോറി ഐ ആം ഫൈനലി ഇൻട്രൊഡ്യൂസിംഗ് കുരുവിള റോബർട്ടൻ. ആദ്യമായിട്ടാണ് കേട്ടോ പാന്റ് ഷർട്ട് ഇട്ട് വന്നിരിക്കുന്നതാണ്. എന്തുവാ? കുരുവുള്ള റംബൂട്ടാൻ. കുരുവിള റംബൂട്ടാൻ എന്നാണ് പറഞ്ഞത്. പിന്നെ? കുരുവിള റോബോട്ടൻ. റിട്ടയർഡ് കസ്റ്റംസ് ഓഫീസറാണ് ഞാൻ. ആണോ? ആ. അയ്യോ, കസ്റ്റംസ് ഓഫീസറായിട്ട് എവിടാ ജോലി? ഇവിടെ കസ്റ്റംസുകാർ ജോലി എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ തുറമുഖത്ത് അല്ലെങ്കിൽ വിമാനത്താവളത്തിൽ. വിമാനത്താവളം? അവിടെ കസ്റ്റംസുകാർ ജോലി തന്നെ. ഓ, ഭയങ്കര. ഞാൻ ഈ കുറെ കാലം കൊണ്ട് ചോദിക്കണം ചോദിക്കാം. ഈ കസ്റ്റംസിലെ ജോലി എന്ന് പറയുമ്പോൾ റിസ്ക് ഉള്ള ജോലിയല്ലേ? ഈ സ്വർണ്ണക്കടത്തൊക്കെ ഉള്ളതാണോ? പിന്നെ സ്വർണ്ണക്കടത്തുള്ളതാണെന്നോ? ഈ സ്വർണ്ണം കടത്തിക്കൊണ്ട് ഒരു ആൾക്കാർ ചിലതൊക്കെ ഞങ്ങൾ കൈ കൊണ്ട് ഇഞ്ഞെടുക്കും, ചിലത് ഞങ്ങൾ കൈ കൊണ്ട് തൊടാനേ പോകത്തില്ല. ആണോ? പിന്നെ അതിന്റെ പിന്നിലൊക്കെ ഭയങ്കര ആൾക്കാരായിരിക്കും, നമ്മുടെ ജോലി നിറയ്ക്കും. അതുകൊണ്ട് ഞാനൊരു ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് എത്രയോ നല്ല നല്ല ജോലി ഉണ്ടായിരുന്നു. ഈ കസ്റ്റംസിനെ തെരഞ്ഞെടുക്കേണ്ട കാര്യം എന്താ? അത് ഈ കസ്റ്റംസ് തെരഞ്ഞെടുത്തെന്ന് വെച്ചാൽ ഞാൻ മനഃപൂർവ്വം എടുത്തതല്ല. ഞാൻ ഈ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഈ PSC ടെസ്റ്റ് ഒക്കെ എഴുതി തോറ്റോണ്ടിരിക്കുക. കാരണം ഞാൻ പഠിക്കാതാണല്ലോ ടെസ്റ്റ് എഴുതാൻ പോകുന്നത്. മിടുക്ക്. അങ്ങനെ ഇരുന്നപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര വിഷമം, മോന് ജോലിയൊന്നും കിട്ടുന്നില്ലല്ലോ എന്ന്. അമ്മ എന്ന അപ്പൂപ്പനോട് പറഞ്ഞു, അച്ഛാ ഇന്നപോലാണ് മോന് ജോലിയൊന്നും കിട്ടുന്നില്ല, ഭയങ്കര കഷ്ടമാണെന്നും. അപ്പം അപ്പൂപ്പൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, എന്റെ ദൈവമേ എന്റെ കൊച്ചുമോന്റെ കാര്യം മഹാ കഷ്ടം. അതിൽ നിന്നാണ് എനിക്ക് കസ്റ്റംസ് എന്നുള്ള സ്പാർക്ക് കിട്ടിയത്. അങ്ങനെയാണ് ഞാൻ കസ്റ്റംസ് കയറി. അങ്ങനെയാണ്. ഈ ആക്രമണങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടോ? ആക്രമണങ്ങൾ ഉണ്ടോന്നോ? ഞാൻ ഈ ജാർഖണ്ഡ് വിമാനത്താവളത്തിൽ ജോലി ചെയ്തോണ്ടിരുന്നപ്പോഴാണ്. വിമാനത്താവളം പറയണ്ട, എന്തോ പോലെ. അല്ല, മറ്റേ ഈ സംഭവമൊക്കെ താഴ്ന്ന അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് നോക്കിയപ്പം വിമാനത്തിൽ നിന്ന് 4-5 തോക്കുധാരികൾ വരുന്നു, കൈ നിറച്ച് സ്വർണം. ഞാൻ നെഞ്ചു വിരിച്ചങ്ങ് നിന്നു. എന്നിട്ട് അവന്മാർ AK-47 ഇങ്ങോട്ട് എടുത്തിട്ട് കിച്ച് 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 കിച്ചാന്ന് അങ്ങോട്ട് പച്ചക്കറി അരിഞ്ഞു. വെടി വെച്ചെന്ന്. ആണോ? ഇവിടെ തൊട്ടെ എന്താ മനസ്സിലായി? ശരീരം മൊത്തം ഊത്ത് വെച്ചോണ്ട് കിടക്കുന്നു മനസ്സിലായി. ഞാൻ വേദന കൊണ്ട് കരഞ്ഞതാ. ആണോ? എടാ, നീ തൊട്ടടുത്തെല്ലാം വെടിയുണ്ട് കയറിയിരിക്കുവന്ന്. ആണോ? അമ്മാതിരി വെടി ഞാൻ അതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ഇമാതിരി വെടി ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടില്ല. എനിക്ക് ഞാനും ജോലിക്കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റാ. ആണോ? 18 കളരി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ശരിക്കും 19 കളരിയായിരുന്നു. എന്റെ അപ്പനല്ലേ 18 കളരിയാക്കിയത്. അപ്പൻ എന്തുവായിരുന്നു? റവന്യൂലല്ലായിരുന്ന. അങ്ങനെ റോഡിന്റെ അളവെടുത്ത് പോകുന്ന സമയത്ത് ഒരു കളരി റോഡിലേക്ക് കയറ്റി കെട്ടിയിരിക്കുന്നു. അപ്പൻ അളവ് നോക്കിയപ്പോ അര കൂടുതൽ. അപ്പൻ 19 അരയെടുത്തും കളഞ്ഞു, 18 കളരിയാക്കി. ചുരുക്കി പറഞ്ഞ വടക്കമ്പാട്ട് തിരുത്തി കുറിച്ചാളാണ് കൈമൾ. എങ്ങനെ ഈ ജോലി കിട്ടി? എനിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, അപ്പൻ 18 കളരിയാക്കി എന്ന് പറഞ്ഞില്ല. ഇത് കളരി ആശാൻ കണ്ടുകൊണ്ട് വന്നിട്ട് പിറന്തലയ്ക്ക് ഒരു ഒറ്റ അടി. അപ്പൻ അവിടെ തീർന്നു. ആ സർവീസിലെ ജോലി എനിക്ക് കിട്ടി. ഉത്തരവാദിത്തമുള്ളവർ അങ്ങനെയാണ്. നമുക്ക് ഈ ജോലിയുടെ ഉത്തരവാദിത്വം റിട്ടയർഡ് ആയി കഴിഞ്ഞാലും നമ്മളെ വിട്ടു പോകും. റിട്ടയർഡ് ആയിട്ട് എനിക്ക് ഇന്നലെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ആണോ? ഇന്നലെ രാത്രി കോരിച്ചൊരിയുന്ന മഴയല്ലായിരുന്നു? അതെ. വൈകുന്നേരമായപ്പോ മുണ്ടോണിക്കരയെന്ന് ഭാസ്കര, എന്താ ഒരു കാര്യം ഇത്രയും നേരം നിങ്ങൾ സംസാരിച്ചപ്പോൾ അതിനിടയിൽ ഞാൻ സംസാരിച്ചോ? മിസ്റ്റർ ഒന്ന് മാറി നിൽക്കും. അപ്പൊ രാത്രി എന്നെ വിളിച്ചിട്ട് പറയുന്നു അവിടെ ലൈൻ പൊട്ടി കിടക്കുന്നു, കമ്പി പൊട്ടി കിടക്കുന്നു. ഞാൻ ചെന്ന് കമ്പി കെട്ടി കൊടുത്തു. ഭാസ്കര, ഇങ്ങോട്ടൊരു കാര്യം പറയട്ടെ. ഞാനൊരു കാര്യം പറഞ്ഞോണ്ടിരിക്കില്ലേ, നിങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ സംസാരിച്ചായിരുന്നോ? ഇല്ലല്ലോ. മഹാദേവൻ വെച്ചെന്ന് വിളിക്കുന്നു, അവിടെ ഇങ്ങനെ ലൈൻ പൊട്ടി കിടക്കുന്നു. ഞാൻ ചെന്ന് കമ്പി കെട്ടി കൊടുത്തു. ഭാസ്കര, ഇങ്ങോട്ട് വന്നൊരു കാര്യം പറയട്ടെ. ഞാനൊരു കാര്യം പറഞ്ഞോണ്ടിരിക്കണം, അതിന്റെ ഇടയ്ക്ക് സംസാരിക്കരുത്. പറഞ്ഞിട്ടുണ്ടേ, രാവിലെ ഇപ്പൊ തണ്ണിയത്തെന്ന് വിളിക്കുന്നു, അവിടെ ലൈൻ പൊട്ടി കിടക്കുന്നു. ഞാൻ ചെന്ന് കമ്പി കെട്ടി കൊടുത്തു. ഭാസ്കര, നിന്റെ കമ്പിക്കഥ കഴിഞ്ഞെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്തുവാ? ഇങ്ങോട്ട് വന്നേ. ഞാനേ 2-3 ദിവസം കൊണ്ട് ലവളെ കാണുന്നുണ്ട്. മഴയല്ലേ, ഇഷ്ടം പോലെ തവളയെ കാണും. തവളയല്ലെന്ന്, ലവളെ കാണുന്നുണ്ട്. ആരെ? എന്റെ പഴയ ശശികല ചാർത്തിയ ദീപാവലയങ്ങൾ തന്നനം. പാട്ട് പാടാനാന്ന് പറഞ്ഞു. എന്റെ പഴയ ലൈനില്ലടാ ശശികല. ഏത് ശശികല? നെല്ലിമൂടുള്ള ശശികല. നല്ല മൂടുള്ള ശശികല. നെല്ലിമൂടുള്ള ശശികല ഇല്ലേടാ. അവളെ ഞാൻ കണ്ടടോ. അന്നേരം എനിക്ക് ആ പ്രണയം വീണ്ടും തികട്ടി വരുന്നു. ഹലോ മിസ്റ്റർ കൈമൾ, എന്താണ്? നിങ്ങളൊരു കാര്യം കേട്ടോ? ഇല്ല, പറയൂ. നമ്മുടെ കൂട്ടുകാരന് പഴയ ഒരു പ്രണയമുണ്ട്. സമയം പലിശ അടച്ചത് തിരിച്ചെടുക്കണം, ഇല്ലെങ്കിൽ ലേലത്തിൽ പോവും. പഴയ പണയം. പിന്നെ എനിക്ക്
പണ്ടൊരു പ്രണയം ഉണ്ടായിരുന്നു, അതിന്റെ കാര്യം പറഞ്ഞതാ. ഈ പ്രായത്തിൽ പ്രണയോ? നിങ്ങൾക്കോ? എന്റെ പൊന്ന് കൈമളെ, എന്താ? ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ. അതെന്റെ കാര്യത്തിൽ പ്രായം പുറകോട്ടാണ്. അധികം പുറകോട്ട് കൊണ്ട് കുഴിയാ, ആ കുഴിയിട്ട് മൂടേണ്ടി വരും. ഇങ്ങ് വാ. എന്താ പറഞ്ഞ ഏജ്? ജസ്റ്റ് എ നമ്പർ. മനസ്സിലായില്ല? അതായത് വെറും അക്കമാണ് ഒരു പ്രായം എന്ന് പറഞ്ഞാൽ. പക്ഷെ കാലൻ അങ്ങനെയില്ല, അക്കൊന്നുമില്ല. ആരെ വന്നാലും എടുത്തോണ്ട് അങ്ങ് പൊക്കിയാണ്. അതെ. എനിക്ക് പണ്ടൊരു പ്രണയം ഉണ്ടായിരുന്നേ. എന്റെ അടുത്ത് പറ എനിക്കിതൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടം. പറ. ഞാൻ 8ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് അമ്മ വീട്ടിൽ പോയി നിന്നപ്പോഴാണ് വന്നതേ ഈ ചൊറി പിടിച്ച കരപ്പനോ? പിന്നെ അവള് എന്റെ പ്രണയം. അപ്പൊ എന്റെ അമ്മയുടെ വീടിന്റെ അടുത്താണല്ലോ അവിടെ അമ്മയുടെ വീട്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണി നോക്കി ഞങ്ങൾ ഹൃദയം കൈമാറി. ഓഹോ. പിന്നെ ഞങ്ങൾ 10ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചു, പ്രണയമായി. 10ാം ക്ലാസ് പിരിയാൻ നേരത്തെ ഓട്ടോഗ്രാഫിൽ അവൾ എഴുതി തന്നെ എന്തോന്നറിയാമോ? എന്താ? പഴം തൊരിക്കണം, പൊട്ടുകൂട്ടി കഴിക്കണം, ഞെവടി തിന്നണം, തിന്നുമ്പോഴെന്നെ ഓർക്കണം. സത്യം പറയാലോ, ഇപ്പോഴും പുട്ടുമ്പഴം കാണുമ്പോൾ ഞാൻ അവളെ ഓർക്കും. ഇങ്ങനൊരു പഴം, അല്ല ഇങ്ങനെ ഒരു ലൈഫ് ആയി പോയല്ലോ. എനിക്ക് അവളെ കല്യാണം കഴിക്കുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷെ എനിക്ക് പറ്റിയില്ല. എന്തുകൊണ്ട് പറ്റിയില്ല? സാഹചര്യം അതിന് സമ്മതിച്ചില്ല. പക്ഷെ അവിടെ കല്യാണത്തിന്റെ തലേന്ന് അവൾ എനിക്ക് കത്തയച്ചത് എന്താണെന്നറിയാമോ? എന്റെ കുരുള അച്ചായ, എന്നെങ്കിലും ഒരു കാലത്ത് സാഹചര്യം ഒത്താൽ അച്ചായന്റെ കൂടെ വരുമെന്ന്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ എവിടെ ഉണ്ടെങ്കിലും കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് കെട്ടണം. ഇല്ലെങ്കിൽ ഞാൻ വരും കൂടെ പിടിച്ചിറക്കി കൊണ്ടുവരാൻ. അല്ല, അവക്കൊരു ഭർത്താവ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? കൊന്നു കളയണം. എന്തിനാ അവനൊക്കെ ഭൂമിയിൽ ഭാരമായിട്ട്? അവനെ കൊന്നു കളഞ്ഞിട്ട് അവളെ കൊണ്ടുപോവാ. നിങ്ങളല്ലേ ശരിക്കും സന്തോഷമായിട്ട് ഒരു പെണ്ണിന് വേണ്ടി ഒരാളെ കൊല്ലുവാന്നൊക്കെ പറഞ്ഞ ഒരു തെറ്റുമില്ല. നമുക്ക് ലക്ഷ്യമല്ല, മാർഗം കളിയാണ് പ്രധാനം. മാർഗം. എന്തിനാ സങ്കടപ്പെടുന്ന? എന്തിനാ ഭാസ്കര? ഓ, എന്റെ കണ്ണ് നിറഞ്ഞു പോയടാ. കണ്ണി വെച്ച് കുത്തി തന്ന അവന്റെ സ്നേഹം കണ്ടിട്ട് എന്റെ കണ്ണ് നിറഞ്ഞു പോയി. പിന്നെ ഞാൻ അവളെ കണ്ടടാ ഇവിടെ വെച്ച്. എവിടെ വെച്ചാ കണ്ടേ? ഈ 12ാം നമ്പർ ക്വാർട്ടേഴ്സിലുണ്ട് അവള്, ശശികല എന്റെ. എത്രാം നമ്പര്? 12ാം നമ്പർ ക്വാർട്ടേഴ്സിൽ അവളുണ്ട്, ശശികല എന്റെ. നമുക്ക് അവളെ അടിച്ചോണ്ട് പോ. ആ നിൽക്കുന്ന ആരെന്നറിയാവോ? ആരാ? അവളുടെ ഭർത്താവാ. എന്ന് കേറിക്കൊടു. എനിക്ക് അവളെ വേണം, ശശികല വേണം. അവന്റെ കൈ കണ്ട നിന്റെ മുഖം പോലും കാണാൻ പറ്റൂല. അവനല്ലേ പറഞ്ഞത് എന്ത് ത്യാഗം സഹിച്ചും പ്രേമിച്ച പെണ്ണിനെ കൊണ്ടുപോകണമെന്നല്ലേ പറഞ്ഞു. ഇന്നും പറഞ്ഞ് അതാ ഒരു ഇതിനു വേണ്ടി പറഞ്ഞല്ലേ. അവനല്ലേ പറഞ്ഞ അവനെ കൊന്നിട്ട് അതിനും കൂടെ നമ്മളെ പ്രായമെങ്കിലും നോക്കണ്ടേ? അവനോട് ആത്മഹത്യ ചെയ്തിട്ട് അവളെ എനിക്ക് തരാമെന്നു. അവനല്ലേ പറഞ്ഞ കൊല്ലാമെന്ന് വേണമെങ്കിൽ. അതെന്താണെന്ന് അറിയാവോ? അതൊരു ഇതിന് വേണ്ടി പറഞ്ഞപ്പം പറഞ്ഞില്ല നമ്മൾ അങ്ങനെയൊന്നും ചെയ്തുകൂടാ. എനിക്ക് അവളെ വേണം, ഇല്ലെങ്കിൽ ഞാൻ അവനെ കൊല്ലും. അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അവരോട് പറയട്ടെ? പറയണ്ട. ശശികല എന്റെ പെണ്ണെന്ന് പറയട്ടെ? പറയും ഞാൻ പറയും. കൈമളെ, എന്തോ വെറുതെ എന്തിനാ അവിടെ നിന്ന് കിടക്കുന്നത്? ഇങ്ങോട്ട് പോ, നമുക്ക് എക്സസൈസ് ചെയ്യാം. കാര്യം എനിക്ക് അധികം ഇങ്ങനെ ശരീരം അനക്കിക്കൂടാ. കാര്യം ഒരു അറ്റാക്ക് കഴിഞ്ഞിരിക്കുന്നുണ്ട്, ഭയങ്കര ഡേഞ്ചർ അതിന്റെ കാര്യം. പിന്നെ പേടിച്ചാ തീർന്നില്ല എന്റെ ജീവിതം. ഐഡിയ. ഇരുചെവി അറിയാതെ വിരലടയാളമോ പോലീസ് പട്ടി മണം പിടിക്കാത്ത രീതിയിൽ തീർത്തേക്കട്ടെ. എങ്ങനെ? കണ്ടോ? നമ്മളെ അടുത്തതിന് പിടിക്കില്ല. എന്ത് ചൂടോ മറ്റേ തൂമ്പേ? അങ്ങനെയല്ല, അതിങ്ങനെ ഇത് കിട്ടു. അതിങ്ങനെയാണോ? നീ നിന്റെ വീട്ടിൽ പോകാൻ നോക്ക്. പിള്ളേരൊക്കെ വീട്ടോട് നീ വീട്ടിൽ പോകാൻ വേണ്ടടാ. പ്രായമുള്ളവരാണ്. തറയെ കിടന്ന് ഇങ്ങനെ എക്സസൈസ് ഒക്കെ ചെയ്യാമോ? തറയെ കിടന്നാ ചെയ്യുന്ന എന്താ സംഭവം? തറയെ കിടന്ന് ഒരു കമ്പ് വെച്ചൊരു പരിപാടി. അയ്യോ, അങ്ങനെയല്ല, അതങ്ങനെയല്ല. അത് ഇങ്ങനെയല്ലേ? അത് ശരിക്കും അതിങ്ങനെയാ ചെയ്യുന്നത്. അതിങ്ങനെ ചെയ്യുന്നത്. അതിങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ നമ്മക്കേ ആ ഫ്ലാറ്റിൽ നിന്നൊന്നും അങ്ങ് മാറിയാലോ? അയ്യോ, അത് പറ്റൂല കേട്ടോ. ഭാര്യക്ക് അവിടെ അങ്ങ് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടല്ല നമ്മളെ മാവോയിസ്റ്റുകളുടെ ഒക്കെ ഒരു ശല്യം. എവിടെ? അവിടെ അങ്ങനെ വരാൻ വഴിയില്ല. മാറുന്നല്ലേ നല്ലത്. എന്ത് കാര്യത്തിന്? എങ്കത് ഇഷ്ടപ്പെട്ടു നല്ലത്. എന്തോ കാര്യത്തിനാണ്. ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യം. എവിടെ കൊണ്ടുപോകണം? ചിറ്റപ്പന്റെ വീട്ടിൽ തറക്കല്ലിടിൽ. ഇവിടെ തോന്നുന്നുണ്ട് പോകണം. എന്തോ കാര്യത്തിനാന്ന് പറയുന്നത്. എന്താ എന്താ
എന്ത് പറ്റുന്നു ആളുടെ ചാവാൻ നേരത്തെങ്കിലും കറക്റ്റ് ആയിട്ട് പറ. അയ്യോ ഭാസ്കരാ, എന്താ ഇതാ? അയ്യോ ഇപ്പൊ ചാവും തോന്നറാ. ഇതൊക്കെ എന്തിനാ നിങ്ങൾ എടുത്തോണ്ട് ശരീരം ഒന്നിങ്ങോട്ട് പറ്റിപ്പോയതാ. കൈമളെ, എന്തോ ഞാൻ ചത്താലും നീ നിന്റെ ഭാര്യയെ പൊന്നു പോലെ നോക്കണേടാ. പിന്നെ നീ ചത്താലും എന്റെ ഭാര്യ ഞാൻ പൊന്നുപോലെ നോക്കണ്ടേ? അവള് വഴക്കുണ്ടാക്കിയാലേ അവളെ ഉപദ്രവിക്കല്ലേടാ. അവള് വഴക്കുണ്ടാക്കി അവളെ ഞാൻ കവളിൽ പിച്ചോ പോയേക്കരുത്. അതല്ലെന്ന് ഞാനൊരു കാര്യം പറഞ്ഞു ദേഷ്യപ്പെടരുത് കൈമള. എന്താ എന്താ നിങ്ങളുടെ ഭാര്യയുമായിട്ട് കുട്ടിക്കാലത്തെ ഒരു പ്രണയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ശശികല എനിക്ക് തരണം പ്ലീസ്. അതിനാര് പറഞ്ഞു ശശികലയാണ് എന്റെ ഭാര്യ എന്ന്? അല്ല, ശശികല എനിക്ക് സുലോചനയല്ലേ എന്റെ ഭാര്യ. ശശികല ചേച്ചിയാണ്. അവരാണ് 6 വർഷം മുമ്പ് ഭർത്താവ് മരിച്ചിട്ട് വീട്ടിൽ നമ്മളെ കൂടെയല്ലേ നിൽക്കുന്നത്. കൺഗ്രാറ്റുലേഷൻ എങ്ങനെയാണെങ്കിൽ അവന് കെട്ടിച്ചോട്. ഇത് നേരത്തെ അങ്ങ് ചോദിച്ചാ പോലെ. എനിക്ക് കെട്ടിച്ചേരാവോ? പിന്നെ കെട്ടിച്ചേരൂല. എന്നോട് നേരത്തെ ചോദിച്ചാ പോലെ. ഞാൻ അതൊക്കെ സമ്മതിക്കൂലേ? ഞാനും നല്ലൊരു ബസ്സിൽ തപ്പി ഇരിക്കുകയല്ലേ. അതെ അതെ, അതാണ് മനസ്സാക്ഷി. മനസ്സാക്ഷിയുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ടടാ. മനസ്സാക്ഷി ഉണ്ടെന്നല്ല. 6 കൊല്ലം മുമ്പ് ഭർത്താവ് മരിച്ചപ്പോഴേ 7 കോടിയുടെ കടം ഉണ്ടാക്കി വെച്ചിട്ടാ മരിച്ചത്. ഇപ്പൊ എന്റെ വീട്ടിൽ വന്നിരിക്കുമ്പോ ഞാൻ അതോടെ തീർത്തോണ്ടിരിക്കുന്നത്. ഞാൻ എന്തിനാ ആവശ്യമില്ലാത്ത ബാധ്യത എടുത്ത് വെക്കുന്ന ഒരുത്തനും കൂടെ കെട്ടിയ അത്രയായി. ഭാസ്കര, ആ കല്ലെടുത്ത് എന്റെ തലയിലിട്ടങ്ങ് കൊല്ലടാ.